ഒരു കുട്ടീനെ ദത്തെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. അത് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്, എസ്പെഷ്യലി കല്യാണം കഴിക്കാത്ത ആളുകളാണെങ്കിൽ. അങ്ങനെ കല്യാണം കഴിക്കാത്ത ഒരാൾ, ജീവൻ എന്ന് പറയുന്ന കഥാപാത്രം, അയാൾക്ക് ഒരു കുട്ടീനെ ദത്തെടുക്കണം എന്ന് തോന്നുകയും അതിന് വേണ്ടിയിട്ട് ഒരു ഭാര്യയെ ഉണ്ടാക്കുകയും, അതായത് ഒരു ഭാര്യയെ വാടകയ്ക്ക് എടുക്കുകയും, അങ്ങനെ ഒരു രസകരമായിട്ട് ആ പ്രമേയത്തെ അവതരിപ്പിച്ച സിനിമയാണ് സൂര്യപുത്രൻ. നർമ്മമുഹൂർത്തങ്ങൾ ഒരുപാടുള്ളൊരു സിനിമയാണ്. കാരണം ഇന്നസെൻ്റ് അങ്കിൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ജഗദീഷ് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, കൽപ്പന ചേച്ചി വരുന്നുണ്ട്, വളരെ നല്ല പാട്ടുകളുമാണ്. ഈ സിനിമയുടെ അണിയറ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ എല്ലാം പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ കൂടെ ഇതിൻ്റെ ഡയറക്ടർ തുളസിദാസ് സർ തന്നെ ഉണ്ട്. പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മളൊരു കഥ പ്ലാൻ ചെയ്യുമ്പോൾ കൂടുതൽ ധൈര്യം വരുന്ന ഒരു തിരക്കഥയായി സൂര്യപുത്രൻ വരികയായിരുന്നു. അങ്ങനെ ലൊക്കേഷൻ പ്ലാൻ ചെയ്ത ഊട്ടിയാണ്. ഊട്ടിയിലായിരുന്നു അതിൻ്റെ ഒരു 90% വർക്കും ഊട്ടിയിലാണ് ചെയ്തത്. കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു രാജാവിനെ പോലെ വാഴുന്ന ഒരു കഥാപാത്രമാണ് ജയറാമിൻ്റെ കഥാപാത്രം. ഇത് ഊട്ടി സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ഇതൊരു കളർഫുള്ളായ സിനിമയാവണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഈ കഥ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാമത്തിൽ വേണമെന്ന് പറയാം, ഒരു സിറ്റിയിൽ ഒക്കെ പറയാം. പക്ഷേ ഒരൊറ്റപ്പെട്ട ഒരു ഹൈ റേഞ്ച് സ്ഥലത്ത്, ഊട്ടി പോലെയുള്ള പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യണം എന്നാണ് ഈ കഥ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഊട്ടി സെലക്ട് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഓരോ ഫ്രെയിമും ഇപ്പോഴും കണ്ടാലും ഒരു എന്താ പറയുക, നമ്മുടെ ചില പെയിൻറ്റിങ് പോലെയായിരുന്നു ഓരോ ഫ്രെയിമുകളും ആ സിനിമയുടെ ഫ്രെയിമുകൾ ചിത്രീകരിച്ചിരിക്കുന്നത്. നല്ല പാട്ടിന് സ്കോപ്പുള്ള, ജയറാമൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ ഒരു സോങ്ങിലൂടെയാണ്, കുട്ടികളുമായിട്ടുള്ള കളിച്ച് നടക്കുന്ന ഒരു സോങ്ങിലൂടെയാണ്. ഒരുപാട് കുട്ടികൾക്ക് സഹായങ്ങൾ ചെയ്യുകയും അത് കാരണം അങ്ങനെയാണ് ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നു കയറുന്നു. അതിൻ്റെ പിറകെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നു. അതിനുശേഷമാണ് കഥയുടെ പിരിമുറുക്കം ഉണ്ടാവുന്നത്. ഇതാരാണ് ഈ പെൺകുട്ടി? അവൾ ഇവിടെ വന്ന ശേഷം ഇവരുടെ വീട്ടിലേക്ക് വന്ന ശേഷം ഭയങ്കര സ്വാതന്ത്ര്യമായിട്ട് പെരുമാറുന്നു. അത് ഇവർക്ക് ഈ പെൺകുട്ടിയെ ഒഴിവാക്കാൻ പറ്റാത്ത ചില വളരെ നന്മ നിറഞ്ഞ മുഹൂർത്തങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് തമാശകൾ ഉണ്ടാകുന്നു. ഈ സമയത്ത് കൽപ്പനയുടെ ഒരു സീൻ എന്ന് പറയുന്നത്, കൽപ്പന ആക്ച്വലി ആ സമയത്ത് കൽപ്പനയ്ക്ക് ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ്. 3 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ കൽപ്പന വിളിച്ചിട്ട് പറഞ്ഞ ഒരു സീക്വൻസ് ഉണ്ട്, കൽപ്പന ഇത് ചെയ്യണം, കുറച്ചേ ഉള്ളൂ, ഒരു ദിവസത്തെ വർക്കുകൾ ഞാൻ തീർക്കാം എന്ന് പറയാം, രാവിലെ തുടങ്ങി വൈകുന്നേരം കൊണ്ട് തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ്, വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്, 3 മാസമാണ്, ഊട്ടിയൊക്കെ വന്ന് ഭയങ്കര തണുപ്പൊക്കെ വന്നു. എനിക്ക് തണുപ്പ് അങ്ങനെ അത്രയും ഇഷ്ടപ്പെടുന്ന ആളല്ല, എൻ്റെ ശരീരത്തിന് ഇഷ്ടപ്പെടില്ല, വന്നാൽ എങ്ങനെ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ സാരമില്ല, ധൈര്യമായിട്ട് പോരെ, ഈ റോള് ഞാൻ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ കൽപ്പനയായിരുന്നു എൻ്റെ മനസ്സിൽ, അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു മാറ്റം വേണ്ട എന്ന് പറഞ്ഞ് കൽപ്പനയെ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൽപ്പന പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ എത്തുകയും കൽപ്പനയുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് നോക്കി ഷൂട്ട് ചെയ്തത്. കാരണം ഒരുപാട് ഓടാനും ചാടാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ ലളിതമായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ കൽപ്പനയെ സംബന്ധിച്ച്, കൽപ്പനയെ പോലെ ഒരു ആർട്ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അത് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാം മറക്കുകയാണ്. എല്ലാം മറന്നിട്ട് ജഗദീഷ് ശ്രീമാൻ്റെ കൂടെ ഓടുകയും ചാടുകയും. കാരണം ഒരു പ്രാന്താശുപത്രിയിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയായിട്ടാണ്, ഒരു സ്ത്രീയായിട്ടാണ് ഇതിൽ വരുന്നത്. സാജനും സന്തോഷം പറഞ്ഞൊരു കഥാപാത്രം, അവർക്ക് പരിചയമുള്ള ഒരു കഥാപാത്രമായിരുന്നു ഈ SIയുടെ ഒരു കഥാപാത്രം. ഈ ശബ്ദം വന്നു, അതായത് വളരെ ടെൻഷനോട് സംസാരിക്കുമ്പോൾ വെള്ളി വീഴും, ശബ്ദത്തിനൊരു വെള്ളി വരും. അത് ചില സ്ഥലത്ത് പോലീസുകാർ സ്റ്റേഷനിൽ തന്നെ കളിയാക്കാറുണ്ട് എന്ന് വരെ. അങ്ങനെ ചുമ്മാ ഒരു കഥാപാത്രത്തിനെക്കുറിച്ച് സന്തോഷം പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് ഈ കഥാപാത്രം നമുക്കിങ്ങനെ ആക്കിയാൽ എന്താണെന്ന് ചോദിച്ചു. അവർ നന്നായിരിക്കും, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയതാണ്, അമ്പലത്തിൻ്റെ കുറച്ച് മനോഹരമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു, ചേട്ടാ ഇത് ഇങ്ങനെ ഉള്ള ഇടയ്ക്ക് ഈ ടെൻഷൻ വരുമ്പോൾ ഓവർ ആയിട്ട് സംസാരിക്കുമ്പോൾ ശബ്ദം ഒന്ന് ഇടപെടുന്നത്
നമുക്കങ്ങനെ കാണിക്കാം, അതൊന്ന് ചേട്ടൻ ഒന്ന് ചെയ്ത് നോക്കുമോ പറഞ്ഞു. ചെയ്ത് നോക്കി പറഞ്ഞ് കൊള്ളാം, കുഴപ്പമില്ല, ഇത് നന്നാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. നരേന്ദ്രപ്രസാദ് വളരെ ഗംഭീരമായിട്ട് ചെയ്ത ഒരു സീക്വൻസ് ഉണ്ട്. ഇപ്പോഴും എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു സീനാണ്. ജയഭാരതിയും ദിവ്യ ഉണ്ണിയും നരേന്ദ്രപ്രസാദുമായിട്ടൊരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ ആ സീന് വളരെ എനിക്ക് ഗംഭീരമായിട്ട് എടുക്കാൻ സാധിച്ചു. ഉഗ്രം ഡയലോഗ്സുകളാണ്. സാധന സന്തോഷമൊക്കെ മനോഹരമായ ഡയലോഗ്സുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നരേന്ദ്രപ്രസാദും കൂടെ ആകുമ്പോൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഭയങ്കരമായിരുന്നു. ഇത് ഡബ്ബിങ് സമയത്ത് ജയഭാരതി ചേച്ചി ഡബ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു, സ്റ്റുഡിയോയിൽ വന്നിരുന്നു. അപ്പോൾ ആ സീക്വൻസ് ഇട്ടപ്പോൾ അപ്പോൾ നരേന്ദ്രപ്രസാദ് അദ്ദേഹം ഡബ് ചെയ്തിട്ട് പോയി, ആ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ജയഭാരതി ആ സീനൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് കുറേ നേരം സൈലൻ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നു അവിടെ. അപ്പം ഞാൻ എഞ്ചിനീയർ റൂമിൽ ഇരുന്നോണ്ട് ചോദിച്ചു, ചേച്ചി നമുക്ക് തുടങ്ങണ്ടേ, സീൻ കണ്ടില്ലേ? പെട്ടെന്ന് അവർ പറയുന്നു, സാറേ ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഞെട്ടിയിരുന്ന് പോയതാണ്. ഈ മനുഷ്യനെ ഞാൻ നേരിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ഒക്കെ എനിക്ക് ഇദ്ദേഹത്തോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, പല ബിഹേവിയറിലും ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതെന്തൊരു അഭിനയം ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് എന്ന് ജയഭാരതി ചേച്ചിനോട് ചോദിച്ചൊരു ചോദ്യം. വളരെ നല്ല റിപ്പോർട്ടായിരുന്നു സൂര്യപുത്രനിൽ നിന്ന് എനിക്ക് കിട്ടിയത്. പ്രേക്ഷകരുടെ അവർ ചിരിയും തമാശകളും പറയാൻ അതനുസരിച്ച് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ തിയേറ്ററിൽ നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. പിന്നെ ആ സമയത്ത് ആ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഏതോ സിനിമയാണെന്ന് ഓർക്കുന്നത്, ഒരു അമ്പൻ സിനിമ ഇതിനിടയിൽ ലാലേട്ടൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു വരികയും അങ്ങനെ കുറച്ച് കളക്ഷൻ കുറയാൻ സാധ്യതയുണ്ടായി. അല്ലെങ്കിൽ അതൊരു 100 ഡേയ്സ് കളിക്കേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ എന്നാലും പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു നല്ല വിജയമുണ്ടായ ഒരു സിനിമയാണ്. വളരെ ഹാപ്പിയാണ് അവർക്ക്.